അതെ, നമ്മുടെ ചങ്ങായിമാരൊത്ത് പോയ ടൂറിൽ പറ്റിയ ഒരു ബിരിയാണി കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അമളിക്ക് ശേഷം നമുക്ക് വേറൊരു അമളി കൊടൈക്കനാലിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പറയാൻ പോകുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും കൊടൈക്കനാലിലെ ഗുണ കേവ് എന്ന് പറയുന്ന സ്ഥലം പ്രശസ്തമായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കും പല ആൾക്കാരും അവിടെ സന്ദർശിച്ചിട്ടുണ്ടാവുക. എന്നാൽ നമ്മൾ ടൂർ പോയ സമയത്തും ഗുണ കേവ് നമ്മളുടെ ടൂർ ലിസ്റ്റുകളിൽ ഒന്നായിരുന്നു. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു നമ്മൾ ടൂർ പോയത് എന്ന് ഓർക്കണം. സഫ്വാൻ, ഷംനാസ്, ഷർഫലി പിന്നെ ഞാനുമായിരുന്നു ഒരു കാറിലുണ്ടായിരുന്നത്. നമ്മൾ സഞ്ചരിച്ച കാറായിരുന്നു ഗുണ കേവിന്റെ കൗണ്ടറിന്റെ മുമ്പിൽ ആദ്യം എത്തിയത്. കൗണ്ടറിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പാർക്കിങ്ങും കിട്ടി. നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് മറ്റു ചങ്ങായിമാരെ കാത്തിരുന്നു. റാഷി, ഷഫീഖ്, മുഹമ്മദ് അലി, മുബഷിർ ഇവരായിരുന്നു മറ്റേ കാറിലുണ്ടായിരുന്ന മറ്റു ചങ്ങായിമാർ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അവര് വന്ന കാറെത്തി. നമ്മൾ പാർക്ക് ചെയ്തതിന്റെയും കൗണ്ടറിന്റെയും കുറച്ച് അകലെയായിട്ടായിരുന്നു അവർക്ക് പാർക്കിംഗ് കിട്ടിയത്. നമ്മൾ 4 പേരും അവരെ 4 പേർക്കും വേണ്ടി കാത്തിരുന്നു, ഒന്നിച്ച് ടിക്കറ്റ് എടുക്കാമെന്ന് കരുതി. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവരെ 4 പേരെയും കാണാത്തത് കൊണ്ട് നമ്മൾ അവര് പാർക്ക് ചെയ്ത ഏരിയയിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കി. പക്ഷെ അവിടെയൊന്നും ഇവരെ കാണാൻ പറ്റിയില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗുണ കേവിന്റെ അകത്ത് നിന്ന് അനീസേ എന്നൊരു വിളി കേട്ടു. നോക്കുമ്പോക്കിൽ അവര് 4 പേരും ഓൾറെഡി ഗുണ കേവിന്റെ അകത്ത് കയറി കഴിഞ്ഞിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് അകത്ത് കയറിയതെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, നമ്മൾ പാർക്ക് ചെയ്തതിന്റെ തൊട്ടപ്പുറത്ത് അകത്തുകൂടി കയറാനുള്ള ഒരു ഏരിയ ഉണ്ട്, അതിലൂടെയാണ് നമ്മൾ കയറിയത്, ടിക്കറ്റ് എടുക്കാതെ. എന്നാൽ പിന്നെ നമ്മളും അതിലെ തന്നെ കയറാമെന്ന് പ്ലാൻ ചെയ്തു. കൂട്ടത്തിൽ ഷംനാസ് പറഞ്ഞു, 40 രൂപയല്ലേ നമുക്ക് 4 പേർക്കും ടിക്കറ്റിനാവുകയുള്ളൂ, ടിക്കറ്റ് എടുത്ത് തന്നെ കയറാം. അപ്പൊ ഞാൻ പറഞ്ഞു, ക്യാഷിന്റെ പ്രശ്നമല്ല, ഒരു ടൂറൊക്കെ ആകുമ്പോ ഒരു വൈബ്, ഒരു അരങ്ങൊക്കെ വേണ്ടേ, നമുക്ക് അങ്ങനെ തന്നെ കയറാമെന്ന് കരുതി അവനെയും കൂട്ടി നമ്മൾ ആ വഴിയിലേക്ക് തിരിച്ചു. നമ്മൾ അവര് പറഞ്ഞ ആ വഴിയിലൂടെ കയറിയപ്പോ തന്നെ ഒരു 2 പേര് അതിന്റെ അകത്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ നമുക്കൊരു ധൈര്യം വന്നു, ആൾക്കാരൊക്കെ കയറുന്ന വഴിയായിരിക്കുമല്ലോ എന്ന് കരുതി. പക്ഷെ പെട്ടെന്നാണ് അത് നമ്മൾ ശ്രദ്ധിച്ചത്. ആ കണ്ട 2 പേരുടെ കൂടെ തോക്കുമായി നിൽക്കുന്ന ഒരു പട്ടാളക്കാരനെ നമ്മളവിടെ കണ്ടു. അത് കണ്ടോടുകൂടി നമ്മുടെ 4 പേരും കിളിപോയി. നമ്മളെ കണ്ട ഉടനെ തന്നെ അയാള് ആ 2 പേരെ അങ്ങ് ഒഴിവാക്കി നമ്മുടെ അടുത്തേക്ക് വന്നു. എടാ അങ്ങ് നിക്കടാ എന്ന് പറഞ്ഞ് നമ്മുടെ നേരെ അവര് വന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ, ഇതിലൂടെ എന്തിനു വന്നു? നമ്മൾ പറഞ്ഞു, നല്ലൊരു ഏരിയ കണ്ടേരം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ചുമ്മാ ഒരു കള്ളം പറഞ്ഞു. സംഭവം അയാൾക്ക് ഇതൊരു കള്ളമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവാം. നമ്മളെ 4 പേരെയും പിടിച്ച് നേരെ ടിക്കറ്റ് കൗണ്ടറിൽ അങ്ങോട്ട് കൊണ്ടുപോയി. മൊത്തത്തിൽ പറഞ്ഞ നാണം കെട്ടു. എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തെറിയാണോ എന്ത് കാര്യമാണോന്ന് അറിയില്ല, തമിഴിൽ എന്തൊക്കെയോ പറഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് 4 പേര് അപ്പുറത്തുനിന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അവര് തന്ന പണി എന്താന്ന് വെച്ചാൽ, ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ് ഉള്ള ഒരാൾക്ക് 250 രൂപ വീതം ടിക്കറ്റ് അടച്ചിട്ട് കയറിക്കോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പോലീസ് കേസാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കയ്യും കാലൊക്കെ പിടിച്ച് മൊത്തത്തിൽ 250 രൂപ നമ്മൾ അടക്കാമെന്ന് പറഞ്ഞു. അവരതിന് നമ്മൾ സമ്മതിപ്പിച്ചു. സംഭവം നോക്കണേ, വെറും 40 രൂപക്ക് കഴിയേണ്ട ഒരു കാര്യം 250 രൂപ കൊടുത്ത് നമ്മൾ അതിൽ കയറി. ഒരു പ്രത്യേക വൈബായി മാറിയത്. ഇതൊക്കെ കഴിഞ്ഞ് ഗുണ കേവിന്റെ അകത്തോട്ട് കയറി ഇവര് 4 പേരും നമ്മളോട് ഇതും പറഞ്ഞ് ചിരിയോട് ചിരി. അങ്ങനെ ആ ഒരു പ്രത്യേക അനുഭവമായി മാറി. പിന്നെ ഗുണ കേവൊക്കെ കണ്ട് അവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെങ്ങ് പുറപ്പെട്ടു.